മിൽക്കി നട്ട്സ് ഫ്ലേവറിൽ ചെയ്തെടുത്തൊരു കേക്കായിരുന്നു ഇത്. 1 kg ആണ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ നമുക്ക് റെഫറൻസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നിരുന്നു. ആളെൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. ഇത് കുറച്ച് ഹൈറ്റ് എടുത്ത് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. ഡബിൾ ഷെയ്ഡായിരുന്നു, ബ്ലൂവും ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സഡ് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രാവിലെയാണ് ഞാൻ തലേന്ന് ഫസ്റ്റ് കോട്ടിങ് ചെയ്തു. രാവിലെയാണ് ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നല്ല ചൂടാണ് കേട്ടോ. അടുക്കളയിൽ ഒരു മണിക്ക് ശേഷം നിൽക്കാനേ പറ്റത്തില്ല. പിന്നെ അടുക്കളയ്ക്ക് വരണമെങ്കിൽ ഒരു 4 മണി കഴിയണം ആ ചൂടൊന്ന് കുറയണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് കൂടുതലും ഉച്ച കഴിഞ്ഞാണ് ചെയ്യാനുണ്ടെങ്കിൽ ടേബിളിൻ്റെ അവിടെ വന്നിട്ടാണ് ചെയ്യൽ. അങ്ങനെ ബാക്കി വർക്കൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ടേബിളിൽ വന്ന് ബാക്കി വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടത്ത് നമ്മൾ അത്രയും നേരം ഫൈനൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് താമസമുള്ള പരിപാടിയായിരിക്കും. അങ്ങനെ താമസം വന്നു കഴിയുമ്പോൾ കുറേ നേരം ആ ചൂടത്ത് നിന്ന് കഴിയുമ്പം ആ കേക്ക് അത്രയും നേരം ആ ചൂടത്ത് ഇരിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഡാമേജ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടേബിളിൻ്റെ അവിടെ നിന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോൾ ഈ ചൂട് ക്ലൈമറ്റ് ആയേ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ടോപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ച് സിൽവറും ഗോൾഡും ഫോക്സ് ബോളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്